ഒരിക്കൽ ദൊട്ടണ്ണ എന്നൊരു മന്ത്രവാദി, കർണാടക മന്ത്രവാദികളുടെ ചക്രവർത്തി എന്നറിയപ്പെട്ട ദൊട്ടണ്ണ, എലിസബത്ത് എന്ന അഭിഷേകമുള്ള ആരാധിക്കുന്ന ദൈവവൈദ്യനെതിരെ മന്ത്രവാദം ചെയ്തു. എലിസബത്തിനെതിരെ മന്ത്രവാദം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ചില പാളിച്ചകൾ കണ്ടു തുടങ്ങി. സാധാരണ മന്ത്രവാദം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നാരങ്ങ, വാഴയിലയുടെ മുകളിൽ വെച്ചിരിക്കുന്ന നാരങ്ങ സ്വന്തമായി കറങ്ങും. എന്നാൽ എലിസബത്തിന് മന്ത്രവാദം ചെയ്തപ്പോൾ നാരങ്ങ കറങ്ങിയില്ല, പിന്നെ മന്ത്രവാദി കറങ്ങി. കാരണം ദൈവത്താൽ മുദ്രയിടപ്പെട്ട മനുഷ്യർ അവർ പ്രത്യേകതയുള്ളവരാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരേ റേഞ്ചിലുള്ളവരല്ല. ആത്മാവിൽ, ആത്മീകമായും പലരും പല തട്ടിലാണ്. ചിലർ ഡീമോണിക് പൊസഷനിലാണ്, പൈശാചികമായ അടിമത്വത്തിലാണ്. ചിലർ നോർമലാണ്, ചിലർ അഭിഷേകത്തിന്റെ നിറവിലാണ്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തിയിൽ അധികം ബലപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ശക്തരാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അതെന്തെങ്കിലും ചെയ്തിട്ടേ വരികയുള്ളൂ, അത് വെറുതെ വരികയില്ല, അവിടെ ആക്ഷൻ ഉണ്ടാകും.